ആകാശവാണി. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയുടെയും അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെയും ആദ്യ സംയുക്ത ഭൌമ നിരീക്ഷണ ദൌത്യമായ NISAR വിജയകരമായി വിക്ഷേപിച്ചു. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതാണ് NISARന്റെ പൂർണ്ണരൂപം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ GSLV F-16 റോക്കറ്റാണ് പേടകവുമായി കുതിച്ചത്. 5, 4, 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5 seconds. That's a magnificent tracking of the GSLV F-16 NISAR mission. The deafening roar of GSLV and beautiful silhouette brightening the Sriharikota sky. जहाँ अभी आपने देखा चारों L40 तथा 4 बूस्टर S139 का सफल प्रज्वलन और GSLV F-16 का उत्थापन द्वितीय प्रमोचन मंच से ഭൌമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് NISARന്റെ പ്രധാന ദൌത്യം. മണ്ണിടിച്ചിൽ, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഭൂമിയുടെ ഉപരിഭാഗത്തിലെയും ഉപരിതല ചലനത്തിലെയും സൂക്ഷ്മ മാറ്റങ്ങൾ പോലും ഇത് നിരീക്ഷിക്കും. സസ്യജാലകങ്ങളുടെ മാറ്റങ്ങൾ, മഞ്ഞുപാളികളിലുള്ള മാറ്റങ്ങൾ, കടൽമഞ്ഞിന്റെ വർഗീകരണം, കപ്പൽ കണ്ടെത്തൽ, തീരദേശ നിരീക്ഷണം, കൊടുങ്കാറ്റ് നിരീക്ഷണം, വിളകളുടെ ചിത്രീകരണം, മണ്ണിന്റെ ഈർപ്പത്തിലെ മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഉപഗ്രഹ വിവരങ്ങൾ സർക്കാരുകൾക്കും ഗവേഷകർക്കും ദുരന്ത നിവാരണ ഏജൻസികൾക്കും സുപ്രധാനമാണ്. ഇതുവഴി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും. NISARന്റെ ഇരട്ട റഡാർ പേലോഡ് സ്വീപ് SAR സാങ്കേതിക വിദ്യയിലൂടെ 242 കിലോമീറ്റർ വിസ്തൃതമായ ഭൌമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ഉയർന്ന വ്യക്തതയിൽ എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും ലഭ്യമാക്കും. 2 ബഹിരാകാശ ഏജൻസികളുടെയും സാങ്കേതിക വൈദഗ്ധ്യം സംയോജിപ്പിക്കുന്ന ദൌത്യമാണ് NISAR. L-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഉയർന്ന നിരക്കിൽ ആശയവിനിമയത്തിന് ഉപസംവിധാനം, GPS റിസീവറുകൾ, വിടർത്തി വിന്യസിക്കാവുന്ന 12 മീറ്റർ ആന്റിന എന്നിവ നാസ സംഭാവന ചെയ്തു. S-ബാൻഡ് SRA പേലോഡ്, 2 പേലോഡുകളും ഉൾക്കൊള്ളുന്ന ബഹിരാകാശ പേടകം, GSLV F-16 വിക്ഷേപണ വാഹനം, അനുബന്ധ വിക്ഷേപണ സേവനങ്ങൾ എന്നിവ ഇസ്രോ നൽകി. വിക്ഷേപണത്തിന്റെ 3-ാം മിനിറ്റിൽ റോക്കറ്റിന്റെ ആദ്യഘട്ടം വേർപെട്ടു. ക്രയോഘട്ടം 5-ാം മിനിറ്റിൽ കൃത്യമായി ജ്വലിച്ചതോടെ വേഗം സെക്കൻഡിൽ 4.5 കിലോമീറ്ററിന് മുകളിലായി. 19-ാം മിനിറ്റിൽ പേടകം നിശ്ചിത ഭ്രമണപഥത്തിലെത്തി. തുടർന്ന് സൗരോർജ്ജ പാനലും 12 മീറ്ററുമുള്ള ആന്റിനയും വിന്യസിപ്പിച്ചു. 743 കിലോമീറ്റർ ഉയരത്തിലുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിൽ 5 വർഷം പേടകം ഭൌമ നിരീക്ഷണം നടത്തും. GSLV റോക്കറ്റ് ഈ ഭ്രമണപഥത്തിൽ ഒരു പേടകത്തെ എത്തിക്കുന്നത് ആദ്യമാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO നടത്തിയ 102ാമത്തെ വിക്ഷേപണമായിരുന്നു NISARന്റേത്. GSLVയുടെ 18ാം വിക്ഷേപണവും. സൗരസ്ഥിര ഭ്രമണപഥത്തിലേക്കുള്ള GSLVയുടെ ആദ്യ വിക്ഷേപണം കൂടിയാണ് ഇത്. NISARന്റെ വിക്ഷേപണം ലോകത്തിനാകെ ഗുണം ചെയ്യുമെന്നും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് വിക്ഷേപണമെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. And today I am standing after a very major accomplishment of Indian space program. You know, it's a historical moment for the entire country. The costliest satellite ever realized in the world, the NISAR satellite, NASA ISRO synthetic aperture radar satellite, where NASA has developed the L-band synthetic aperture radar, and along with a 12-meter unfurlable antenna costing more than 10,300 crore. And ISRO developing a parallel payload called S-band synthetic aperture radar, and everything was assembled and built as a satellite by Indians with Indian education system, Indian knowledge, and lifting that satellite will be lifted off and placed in orbit using our launcher, the GSLV F-16 vehicle, lifted off perfectly at 5:40 p.m. and after 19 minutes injecting the precise orbit with just a 2-kilometer dispersion. What a great achievement for India and Indians. And that is the happy occasion we are all standing. Entire world is looking on us in a different way.
NISRന്റെ വിക്ഷേപണ വിജയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ISROയെ അഭിനന്ദിച്ചു. ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ദൌത്യം നിർണായകമാണെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് പറഞ്ഞു. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ശാസ്ത്ര സമൂഹം നടത്തിയ പുരോഗതിയാണ് ഈ വിക്ഷേപണം അടയാളപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ISRO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭാവി ദൌത്യങ്ങളുടെ വിജയത്തിന് ആശംസകൾ നേർന്നു. इस मिशन का उद्देश्य वैश्विक लैंड इकोसिस्टम तथा समुद्री क्षेत्रों का अध्ययन करना है. हमें अंतरिक्ष वैज्ञानिकों की इस उत्कृष्ट उपलब्धि पर अत्यंत गर्व है. ये सभा इस सफलता के लिए भारतीय अंतरिक्ष अनुसंधान संगठन के वैज्ञानिकों की टीम को बधाई देती है. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISR ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ആഗോള സമൂഹത്തിനും പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ശ്രീ ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വ്യോമയാന സമുദ്ര മേഖലകളിലെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പരിവർത്തന ഉപകരണമായിരിക്കും ഉപഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഉപഗ്രഹത്തിന് കഴിയുമെന്നും ഇസ്രോ മറ്റൊരു ചരിത്രം കൂടി സ്വന്തമാക്കിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. That's one of the biggest collaborations at the international level that ISRO has engaged with one of the most premier agencies. We are partnering this new game-changing experiment. Secondly, this is not only going to be confined to the disasters, etc., be it the cyclones or the floods or the climate concerns. It would also, to a very great extent, produce a striking change of scenario in our aviation practices, in our shipping practices. പക്വതയാർജിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ ശാസ്ത്ര പങ്കാളിത്തത്തെയും വിപുലമായ ഭൌമ നിരീക്ഷണ സംവിധാനങ്ങളിൽ വിശ്വസനീയമായ ആഗോള പങ്കാളി എന്ന നിലയിലെ വളർച്ചയെയും വിക്ഷേപണം പ്രതിഫലിപ്പിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോകത്തു തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൊന്നാണ് NISRന്റേത്. $150 കോടി ചെലവ്. ഇതിൽ 788 കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത്. ഏറ്റവും വലിയ ഇൻഡോ-US ഉപഗ്രഹ ദൌത്യങ്ങളിലൊന്നാണ് ഇത്. ഇന്ത്യൻ ജനതയ്ക്കും ലോകത്തിനാകെയും ഉപയോഗപ്രദമായ NISR വിക്ഷേപണം ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് കൂടി ഊർജ്ജമേകുന്നതാണ്. മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തരത്തിൽ NISR ഭൌമ നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കും. കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന്റെ വിശദമായ രേഖ ഉപഗ്രഹം നൽകും. ഇത് കാലാവസ്ഥാ ഗവേഷണത്തിന് ഊർജം പകരും. ഭൂമിയുടെ അഭൂതപൂർവമായ വിശദാംശങ്ങളോട് കൂടിയ ത്രിമാന ദൃശ്യം നൽകാൻ NISRന് സാധിക്കും. സൂര്യന്റെ സ്ഥാനത്തോട് സ്ഥിരമായി നിശ്ചിത അകലം പാലിക്കുന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന 2392 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഓരോ 12 ദിവസത്തിലും മുഴുവൻ കരമേഖലയുടെയും ഹിമപ്രതലങ്ങളുടെയും ചിത്രങ്ങൾ ആവർത്തിച്ച് നൽകും. NISR തയ്യാറാക്കുന്ന എല്ലാ വിവരങ്ങളും നിരീക്ഷണത്തിന് ശേഷം 1-2 ദിവസത്തിനകവും അടിയന്തര സാഹചര്യത്തിൽ തത്സമയവും സ്വതന്ത്രമായി ലഭ്യമാകുമെന്നതാണ് ദൌത്യത്തിന്റെ പ്രധാന സവിശേഷത. വിവരങ്ങളുടെ ഈ ജനാധിപത്യവൽക്കരണം ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വികസ്വര രാജ്യങ്ങൾക്കടക്കം ആഗോള ശാസ്ത്ര ഗവേഷണത്തിനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പിന്തുണ നൽകും. ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലാകെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും മനുഷ്യരാശിയുടെ ആകെ സംരക്ഷണത്തിനും NISR ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് VSSC ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 ബാൻഡിൽ 2 ഫ്രീക്വൻസി ബാൻഡിൽ L ബാൻഡ് S ബാൻഡ് എന്നാണ് അതിന്റെ ടെക്നിക്കൽ ടേം. S ബാൻഡിൽ നമുക്ക് കൂടുതൽ ആക്യുറസി കിട്ടും. L ബാൻഡ് ആകുമ്പോൾ കൂടുതൽ ഡെപ്തിൽ നമുക്ക് ഡാറ്റ എടുക്കാം. അതായത് വെജിറ്റേഷനോ അല്ലെങ്കിൽ ഭൂമിയുടെ ഐസ് പാളികളൊക്കെ കൂടുതൽ ഡെപ്തിൽ ഡാറ്റ എടുക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ആഴത്തിലും കൂടുതൽ ആക്യുറസിയോടുകൂടി ഒരേ സമയം L-ഉം S-ഉം ബാൻഡിൽ വിക്ഷേപിക്കുന്ന ആദ്യ സാറ്റലൈറ്റ് ആണ്. 1 സെന്റിമീറ്റർ ആക്യുറസിയിലൊക്കെ ഭൂമിയുടെ അല്ലെങ്കിൽ ഐസ് പാളികളുടെ സർഫസിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ അറിയാൻ പറ്റും. L-ഉം S-ഉം ബാൻഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഓൾ വെതർ ആണ്. രാത്രിയിലും പകലിലും ക്ലൗഡ്സ് ഉള്ളപ്പോഴും ഒക്കെ ഭൂമിയെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വളരെയധികം ശാസ്ത്രീയ സാങ്കേതികമായിട്ട് ടെക്നോളജിയുള്ള മെഷീനാണിത്. 12 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു അൺഫേളബിൾ ആന്റിന ഉണ്ട്, ഒരു കുട പോലെ. അത് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇനി അത് ഏതാണ്ട് 7-8 ദിവസങ്ങൾ കൊണ്ട് അൺഫേൾ ചെയ്ത് 12 മീറ്റർ ഡയമീറ്റർ ആവും. ഇതിന് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ 12 മീറ്റർ ആണ് ആന്റിനയുടെ
ഡയമീറ്റർ എങ്കിലും ഏതാണ്ട് 20 കിലോമീറ്ററോളം സൈസുള്ള ഒരു ആന്റീന കളക്ട് ചെയ്യുന്ന ഡേറ്റ 12 മീറ്റർ ഡയമീറ്റർ ഉള്ള ആന്റീനയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാം, നമുക്ക് നിരീക്ഷിക്കാം. അതുകൊണ്ട് ഏത് രാജ്യത്തിന് വേണേലും അതിൻ്റെതായ പ്രോട്ടോകോൾ അനുസരിച്ച് ഉപയോഗപ്രദമാകും. അതിൽ നിന്ന് കിട്ടുന്ന സയൻസ് വിൽ ബി യൂസ്ഫുൾ ഫോർ മെനി കൺട്രീസ്. ഇപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, അല്ലെങ്കിൽ ഈ കോമപാടുകളുടെ ഇടിച്ചിൽ, ഇതൊക്കെ സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനകത്തുള്ള സിഗ്നേച്ചറുകൾ അവിടെ കാണും. ഈ സാറ്റലൈറ്റിന് ഈ 1 സെന്റിമീറ്റർ ആക്യുറസിയിൽ ഈ സർഫസിന്റെ മെഷർമെന്റ്സുകൾ എടുക്കാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ അതിനെ പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രവചിച്ചാൽ അത് മനുഷ്യരാശിക്ക്, ഭൂമിയിലുള്ള എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രകൃതി പരിസ്ഥിതിയെയും സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം രൂക്ഷമാകുമ്പോൾ NISAR ഉൾപ്പെടെ ഉപഗ്രഹങ്ങളിലെ സമയബന്ധിതവും കൃത്യവുമായ വിവരങ്ങൾ സർക്കാരുകൾക്ക് മുൻകരുതൽ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. NISAR കേവലം ഉപഗ്രഹം എന്നതിലുപരി ഇന്ത്യയുടെ ദുരന്ത പ്രതികരണ സംവിധാനത്തിന് ഊർജ്ജമേകുകയും ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം അടയാളപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.